ഉറങ്ങി എണീറ്റ് വരുന്നേ ഉള്ളൂ. ബ്രഷൊക്കെ എടുത്തിട്ട് നിൽക്കുവാണ്. ഇനി പല്ല് തേക്കണം. പല്ല് തേക്കാൻ പോവാണ്. പോയി പല്ല് തേച്ചാലും നമുക്കല്ല ഞാൻ പിന്നെ വന്നപ്പോഴത്തേനും അവിടെ ചപ്പാത്തി ഉണ്ടാകുന്നുണ്ട്. ചപ്പാത്തിയൊക്കെ ഞങ്ങൾ അടുപ്പിലുള്ള പരിപാടിയാണ്. പിന്നെ രാവിലെ തന്നെ എന്നും സ്ഥിരമുള്ള അമ്മയുടെ ശീലമാണ്. എന്നും എണീറ്റാടെ ആദ്യം തന്നെ റെഡി വെക്കും. 9:30-10 മണി വരെ അതവിടെ ഇങ്ങനെ നീണ്ടു കിടക്കും. അവിടെ പാട്ടുകളും വാർത്തകളൊക്കെ ആയിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും. സംരക്ഷണം ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും. ഞങ്ങൾ കേട്ടോണ്ടിരിക്കും. ഈ എന്നതാ അടുക്കളയിൽ ജോലിയുടെ ഇടയ്ക്ക് ഉള്ള കൂട്ടുകാരനാണ് റേഡിയോ എന്നൊക്കെ പറയാറുണ്ട്. ഞാൻ പോയി പല്ല് തേക്കട്ടെ. ഞാൻ പല്ലൊക്കെ തേച്ച് മുതുക്കി ഒതുക്കിയിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോഴാണ് കുറച്ച് എന്നതാ ഒരു പാതി സമാധാനം, അല്ല ഒരു പാതി ഉഷാറായത്. ഈ കുളിക്കും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓക്കെ ആവും. മണി ഇപ്പം ഏകദേശം 9:30 9:30 എന്ന് പറയുമ്പം സ്കൂളില്ലാത്തതുകൊണ്ടാണ്. ഞായറാഴ്ചയാണല്ലോ. സ്കൂളില്ലാത്ത ദിവസങ്ങളിൽ ഈ സമയമൊക്കെ ആവും ഞാൻ എണീക്കുമ്പോൾ. സ്കൂളുള്ള ദിവസത്തെ മോർണിംഗ് റൂട്ടീൻ ഇട്ടപ്പോൾ കുറേ പേര് കണ്ടായിരുന്നു, സപ്പോർട്ടൊക്കെ ചെയ്തായിരുന്നു. അതുപോലെ എല്ലാ വീഡിയോയിലും സപ്പോർട്ട് ചെയ്യണം. ഇനി എൻ്റെ എല്ലാ ദിവസവും പല്ല് തേച്ച പാടെ ഞാൻ ചെയ്യുന്നൊരു പരിപാടിയുണ്ട്. അപ്പോഴത്തേനും നമ്മൾ ചായ റെഡിയാക്കി തരും. ഇതിലൊരു സമാധാനമില്ല. ഒരു കാര്യം പറയാൻ മറന്നു. ഈ ഞങ്ങളെ മാവേലി പോകുന്നതിൻ്റെ ഒരു വീഡിയോ ഇട്ടപ്പം ഞാൻ അതിനകത്ത് പറഞ്ഞായിരുന്നു എൻ്റെ പല്ല് ഇളകിയെന്ന്. അത് ഇന്നലെ എൻ്റെ അമ്മ പറിച്ചു. ആഹാ, എന്താ മനസ്സമാധാനം. എന്നാൽ ഞാനിനി പോയി കുളിക്കട്ടെ. എന്നിതാ ഞാൻ കുളിച്ച് ഉടുപ്പൊക്കെ ഇട്ട് ടോപ്പൊക്കെ ഇട്ട് മുഖത്തൊക്കെ നല്ല മേക്കപ്പൊക്കെ ചെയ്ത് ചിന്തരിയായി വന്നിട്ടുണ്ട്. മാലയൊക്കെ ഇട്ടു. ഇനി മുടികെട്ടലാണ്. അമ്മ ഇവിടെ ഇപ്പോൾ വരും. എൻ്റെ മുടി കെട്ടണം. ഞം കഴിക്കണം. പിന്നെ ഞാൻ തോന്നുന്നൊക്കെ ചെയ്യും. അത്രയേ ഉള്ളൂ. ഇനി മുടി കെട്ടട്ടെ. അങ്ങനെ മുടിയൊക്കെ പിന്നെ കെട്ടി ഒരുങ്ങിയിരുന്നത് നിൽപ്പുണ്ട്. ഇനി കഴിക്കണം. അപ്പം ഇന്ന് എന്താണാവോ സ്പെഷ്യൽ ഉണ്ടാക്കിയത് നോക്കാം. അല്ല, പറഞ്ഞാൽ ഞാൻ നേരത്തെ കാണിച്ചു തന്നായിരുന്നല്ലോ ചപ്പാത്തി ഉണ്ടാക്കുന്നത്. കറി നോക്കാം. പട്ടാണിക്കറിയാണ് എന്ന് തോന്നുന്നു. അതെ, പട്ടാണിക്കറി തന്നെയാണ്. പട്ടാണിക്കറിയും ചപ്പാത്തി. ആഹാ, കഴിക്കട്ടെ. ആഹാ, എന്താ ടേസ്റ്റ്. അപ്പം പിന്നെ അത്രേ ഉള്ളൂ. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തോന്നുകയൊക്കെ ചെയ്യും. ശരി, ചേട്ടാ. അല്ല, ഒരു കാര്യം പറയുമ്പോൾ സപ്പോർട്ട് ചെയ്യണേ.